PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഈരാറ്റുപേട്ട മൊത്തത്തിൽ ഉണ്ടാക്കിയത് PC ജോർജ് ആണെന്ന്. സത്യത്തിൽ മാളവർക്കൊന്നും ഈ അറിവ് ഇതുവരെ ഇല്ലായിരുന്നു. PC ജോർജിനെ അറസ്റ്റ് ചെയ്താൽ കൊണ്ടുപോകേണ്ട പോലീസ് സ്റ്റേഷൻ ജോർജ് ഉണ്ടാക്കിയതാണ്. ജോർജിനെതിരെ വിധി പറഞ്ഞ മജിസ്ട്രേറ്റ് കോടതി ജോർജ് ഉണ്ടാക്കിയതാണ്. അറസ്റ്റ് ചെയ്താൽ പ്രാഥമിക ആരോഗ്യ നടപടികൾ പൂർത്തിയാക്കേണ്ട ആശുപത്രി ജോർജ് ഉണ്ടാക്കിയതാണ്. എന്തിന്? ജോർജിന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്ത CI അദ്ദേഹത്തെയും PC ജോർജ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷെ സാധിച്ചില്ല. അപ്പോൾ PC ജോർജ് ഒരു സംഭവമാണ്, നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല. ജോർജിന്റെ ഏറ്റവും വലിയ ഗുണമായി മകൻ പറയുന്നത്, അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിരുപാധികം ക്ഷമ ചോദിക്കുന്നുവെന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ്. ആരെങ്കിലും തെറി പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ക്ഷമയും പറയും. സത്യത്തിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ജോർജിനെ പോലെ ഒരാൾ ക്ഷമയൊക്കെ പറയുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണെന്ന് ആരും ചിന്തിക്കരുത്. ഈരാറ്റുപേട്ടയെ ഏറെ സ്നേഹിച്ച ജോർജ് പേട്ടയിലെ ചിലർ വഴിതെറ്റി പോകുന്നത് കണ്ടപ്പോൾ അവരെ തിരുത്താൻ വേണ്ടി ചിലതെല്ലാം പറഞ്ഞു. അത് ശരിയാ. 40 കൊല്ലം ജനപ്രതിനിധിയായിരുന്ന ഒരാൾക്ക് അത് പറയാനുള്ള അവകാശമില്ലേ? ഇത്രയും വലിയ മഹാനുഭാവനെയാണ് ഹൈക്കോടതി ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ വിമർശിച്ചിരിക്കുന്നത്. ആ ഉത്തരവിൽ എന്തെല്ലാമാണ് എഴുതി വച്ചിരിക്കുന്നത്? ജോർജ് ഇത്രയും വലിയ മനുഷ്യനും മഹാനുമാണെന്ന് കോടതി ഒന്ന് ആലോചിക്കേണ്ടിയിരുന്നു. സത്യത്തിൽ ഹൈക്കോടതി ഉണ്ടാക്കണമെന്ന് ജോർജ് ആലോചിച്ചിരുന്നതാണ്. അതിന് വേണ്ടത്ര സമയം കിട്ടാത്തത് കൊണ്ടാണ് ഹൈക്കോടതി ഉണ്ടാക്കാതെ പോയത്. ഷോൺ ജോർജിനും അയാളുടെ അപ്പൻ ജോർജിനും പറ്റിയത് ഇതെല്ലാം തറവാട്ട് സ്വത്താണെന്ന് ചിന്തിച്ചത് തന്നെയാണ്. ജോർജിന്റെ അപ്പൻ പ്ലാന്തോട്ടത്തിൽ ചാക്കോച്ചന്റെ കുടുംബ സ്വത്തൊന്നും എടുത്തിട്ടല്ല അയാൾ ഇതൊന്നും പണിതത്. കേരള കോൺഗ്രസിന്റെ ചെലവിലും നാട്ടുകാരുടെ ചെലവിലും MLA ആയി. അവിടെയും എന്തെങ്കിലുമൊക്കെ ചില ലാഭങ്ങൾ തടയാതിരിക്കില്ല. അത് കഴിഞ്ഞ് സർക്കാർ ചെലവിൽ വിലസി. സർക്കാർ കാശ് മുടക്കി കാലാകാലങ്ങളിൽ ഓരോ പ്രസ്ഥാനങ്ങൾ ഓരോ സ്ഥലത്ത് സ്ഥാപിച്ചു. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ ഉണ്ടായതും അങ്ങനെ തന്നെയാണ്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഉണ്ടായതും അതുപോലൊക്കെ തന്നെയാണ്. ഇതൊന്നും ജോർജിന്റെ അക്ഷീണ പരിശ്രമം കൊണ്ടൊന്നും ഉണ്ടായതല്ല. അത്രമാത്രം അതിനെ പൊലിപ്പിച്ചു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഹൈക്കോടതി പറഞ്ഞത് ശരിയല്ലേ? 40 കൊല്ലം MLA ആയിരുന്നിട്ട് പോലും പറയേണ്ടത് എന്താണെന്ന്, പറയാൻ പാടില്ലാത്തത് എന്താണെന്ന് തിരിച്ചറിവില്ലാത്തവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? അവന് രാഷ്ട്രീയ പ്രവർത്തകനായി ഇരിക്കാൻ യാതൊരു യോഗ്യതയുമില്ലെന്നാണ് കോടതി പറഞ്ഞത്. രാവിലെ പോയി കോടതിയിൽ ചെന്ന് കൈകൂപ്പി മാപ്പ് പറയുക, ഉച്ച കഴിഞ്ഞ് കോടതി പറഞ്ഞതിനെതിരായി പ്രവർത്തിക്കുക. ഷോൺ ജോർജും അപ്പൻ ജോർജും ഒരു കാര്യം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം, നിങ്ങൾ രണ്ടുപേരെയും പൊതുജനത്തിന് ഇഷ്ടമല്ല. കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട രണ്ടുപേരാണ് നിങ്ങൾ. ഒരു കാര്യം ഷോൺ പ്രത്യേകം ഓർക്കണം, പിതാവ് ജോർജിനേക്കാൾ വെറുക്കപ്പെട്ടവൻ നിങ്ങൾ തന്നെയാണ്. ജോർജിനൊരു മെയ്വഴക്കമെങ്കിലും ഉണ്ട്. മകൻ തനി ഗുണ്ട സ്റ്റൈലാണെന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അപ്പനെയും പിന്നെയും സഹിക്കാമെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. സാധാരണ ഒരു നിർണായഘട്ടം വരുമ്പോൾ നാട്ടുകാരെങ്കിലും കൂടെ നിൽക്കും. ഇതുകൊണ്ടാണ് പഴമക്കാർ പറയുന്നത്, കര വെടിഞ്ഞാൽ കിടക്കാം മേല, രാജാവ് വെടിഞ്ഞാൽ കിടക്കാമെന്ന്. ഇവിടെ നിങ്ങളെ കൈവിട്ടത് അവിടുത്തെ ജനം തന്നെയാണ്. അത് നിങ്ങളുടെ നാവിന്റെ കുഴപ്പം തന്നെയല്ല, വേറൊന്നുമല്ല. നാണമില്ലാത്തവന്റെ ആസനത്തിൽ ഒരാല് കിളുത്താൽ അതും അവനൊരു തണലാണെന്ന് പൂർവികർ പറയുന്നത് ഒരുപക്ഷെ ജോർജിനെയും മകനെയും ഓർത്തിട്ടാണോ എന്നാണ് ഇപ്പോഴത്തെ ഒരു സംശയം.